पुनराय चेष्टा करून आप जिस नंबर पे कॉल कर रहे हैं എടാ കിട്ടുന്നില്ല. ആകെ പ്രശ്നമാവുമല്ലോ ഇപ്പോൾ. ഇപ്പം എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് കാണിക്കുന്നത്. എന്താ ചെയ്യാ? ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലം നോക്കിയിട്ട് പോയാലോ? അവിടുന്ന് പിന്നെയും കുറച്ച് മുന്നോട്ട് വന്നു. സമുദ്രം ആൾക്കാരോടൊക്കെ ചോദിച്ചു, വഴി കാണുന്ന ആൾക്കാരോടൊക്കെ ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെയും കുറച്ച് മുന്നോട്ട് വന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതായത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് മൊത്തത്തിൽ ഒലിച്ചു പോയ റോഡിൻ്റെ ബാക്കിയുള്ള കുറച്ച് റോഡിൻ്റെ കഷ്ടത്തിൽ കൂടിയാണ് കേട്ടോ നമ്മളിങ്ങനെ വരുന്നത്. താഴേക്ക് നോക്കിയാൽ ഭയങ്കര ആഴാണ്, ഒരുപാട് താഴത്തെ ടീസ്റ്റാ നദി ഉണ്ട്. അങ്ങനെ പിന്നെയും കുറേ മുന്നോട്ട് വന്നു കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വന്നത് എങ്ങോട്ടാണെന്നറിയോ? നീലട്ടാർപ്പായും പ്ലാസ്റ്റിക് കസേരയും നോക്കി വന്നതാണ്. ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇന്ന്, ഒരു വെറൈറ്റി കല്യാണമുണ്ട് എന്ന് നമ്മളോട് ബീരാജ് ഭയ്യ പറഞ്ഞു. ആ ഒരു കല്യാണം നമ്മളും കൂടുന്നു എന്നങ്ങോട്ട് തീരുമാനിച്ചു. അതെ അതെ അതെ, അതായത് നമ്മൾ കണ്ട കല്യാണത്തിന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ അവിടെ പോയി തിരിച്ചു വന്നൊരവസ്ഥയിൽ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇത് കർത്തവ്യതാമൂഢരായിട്ട് നിൽക്കുന്നതാണ്. അവിടെ ചെന്നപ്പോൾ കല്യാണം ഭയങ്കര ഒരു പാർട്ടി മൂഡ് മാത്രമാണ്. ഒരു പാർക്കിലാണ് നടക്കുന്നത്, ഒന്നാമത് വീട്ടിലല്ല, റിസപ്ഷനാണ്. ചടങ്ങൊന്നുമില്ല. അപ്പോൾ അത് ഈ ഛേത്രി എന്ന് പറയുന്ന നേപ്പാളി വംശജരുടെ ഒരു കല്യാണമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് അവിടെ തിരിച്ചു പോകുന്നു. പിന്നെ ഫുഡും വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. അല്ലല്ല, ഫുഡ് വെജിറ്റേറിയൻ അല്ലല്ല, അവിടെ നല്ല സ്മെല്ലും. അവര് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് കല്യാണം കാണാൻ കാര്യമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാണ് കേട്ടോ. കല്യാണം ഇതായി, പക്ഷെ നമ്മൾ അതിൽ തളരാൻ നിൽക്കുന്നില്ല. ഇവിടെ വലിയൊരു കാടും ഒരു മലയും കാണുന്നുണ്ട്. കാടും മലയും സിക്കിം വന്നിട്ട് ഇവിടെ ഒരു കാടും മലയും കാണുന്നുണ്ടെന്ന്. വേറെ എന്താ ഇവിടെ കാണാനുള്ളത്? അത് ശരിയാണ്. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കട കണ്ടതാണ്. അവിടെ നിർത്തിയപ്പോൾ മുകളിലേക്ക് ഒരു വഴി കണ്ടു. അപ്പോൾ ആ വഴിക്ക് പോയിട്ട് കുറെ വീടുകളും എന്തൊക്കെയോ ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. പോയോക്കാം അല്ലേ? ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് കല്യാണം. പാളിപ്പോയി സുഹൃത്തുക്കളെ, പാളിപ്പോയി. ചില ദിവസങ്ങൾ അങ്ങനെയാ. അങ്ങനെയാണ്. ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല. നമ്മുടെ ശരിയായില്ല, നിങ്ങളുടേതെങ്കിലും ശരിയാവട്ടെ. ഇവിടെ ഒരു കുഞ്ഞി കുട്ടിയുണ്ട് കേട്ടോ, ശരിയാണ്ടോ? എന്ത് രസാണ്. ഹലോ ഹലോ, എന്റെ കമ്പെന്ന് പറഞ്ഞ ഇത് മുക്കി പിടിക്കലോ. അയ്യോ അയ്യോ. ഹലോ, കനാമേ അപ്പ? സിമ സുബ്ബ. ഈ ചായ പറഞ്ഞു. ഇത് ഇവരുടെ കടയാണോ വീടാണോ? ദുക്കാനേ ആപ്ക ഘർ? ഫാസ്റ്റ് ഫുഡ്. ആ, വീടല്ല അല്ലേ? ഓ, കടയും ഫാസ്റ്റ് ഫുഡുമാണ്. ഇവിടൊക്കെ ഈ ഡൈനിങ് ടേബിളുകൾ മിക്ക സ്ഥലത്തില്ലല്ലോ ഇങ്ങനത്തെ ടീപ്പോയാണല്ലോ. എന്താണെന്ന് അറിയില്ലല്ലേ? അങ്ങനെയാണ്. മണ്ണ് വാരി തലയിൽ കൂടെ കയറിയുണ്ട്. അയ്യോ, ചേച്ചി കണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കണല്ലോ. ഒരു തടസ്സങ്ങളും ഇല്ലല്ലേ? ചെളിയാവുന്നോ? ഒരു പ്രശ്നമല്ല. ആർമാത് എവിടെ കിടന്നാ ഉരുള നോക്ക്. എന്റെ ക്യാമറയിലേക്ക് മണ്ണ് എറിയുന്നു. നോക്ക്, ചന്തിക്ക് ഞാൻ കിട്ടും. ചന്തിക്ക് കൊണ്ടുവരാലോ. നമ്മളെ അടുത്തേക്ക് വേറൊരാളും അടുക്കൂല കേട്ടോ. ആളെ കൂടെ ഉണ്ടെങ്കിൽ മണല് വായിലൊക്കെ വാരിട്ടേക്കണ്. ഇതാ, അപ്പൊ നമുക്ക് പോവേണ്ട വഴി ഇതാണ്. നമുക്ക് പോകേണ്ടതൊന്നും പറയാൻ പറ്റില്ല, നമ്മളങ്ങോട്ട് കേറുകയാണ്. നമ്മൾ ഇതില് പോവുകയാണ്. ഓക്കെ, ബൈ ബൈ. ഇപ്പൊ അവൻ ബായ് പറയുന്നുണ്ട്. അവനാണ് അവളാണോ? അവളായിരിക്കും. ഇനി നമ്മൾ പതിവ് പോലെ കുത്തനെ കയറുന്നു. ചിലപ്പോൾ നമുക്ക് കല്യാണത്തിനേക്കാളൊക്കെ ഭയങ്കരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് കിട്ടും. ഞാൻ നിനക്കൊരു സംഭവം കാണിച്ചു തരട്ടെ. സിക്കിമിൽ നമുക്ക് ഒരു സ്ഥലത്തും കാണാൻ പറ്റാത്ത സംഭവം, ഭയങ്കര അത്ഭുതം. ഒരു പ്ലാസ്റ്റിക് സാധനം കിടക്കുന്നു വഴിയില്. എന്തോ സംഭവിച്ചല്ലേ? പതിവില്ലല്ലോ. നടന്നു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലെത്തിട്ടോ. നമ്മൾ വന്ന റോഡ് താഴെ കാണാം. ഇവിടെ കണ്ടോ, ഇതൊരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോന്നൊന്നും തോന്നുന്നില്ല, അറിയില്ല. കാടാണ്, പക്ഷെ കാട്ടിലും നിറയെ ഓറഞ്ച് മരങ്ങളാണ് കേട്ടോ. അതല്ല, ഒരു വീട് ഇവിടെ തൊട്ടടുത്താണെന്നാണ് താഴത്തെ ആള് പറഞ്ഞത്. ഇവന്മാരുടെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മലയാണ് കണക്കില്ലേ.
ഒരു മലയൊക്കെ അവർക്ക് ചെറിയൊരു സാധനമാണ്. അത് കുഴപ്പമില്ല, നമുക്ക് പോവാം. ഓക്കെ, താങ്ക് യു. നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് ആ ഒരു പാറേന്റെ അങ്ങോട്ട് പോയതാട്ടോ. ഫോട്ടോ എടുത്തോണ്ടിരിക്കണോ ഓർത്തത്, പണ്ട് കാലത്തില്ലാത്തൊരു സാധനം ഇവിടെ ഉണ്ട് ഇത്ര ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, രാജവെമ്പാല. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് കേട്ടോ രണ്ടുപേര് മോളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരോടൊപ്പം നമ്മൾ സംസാരിച്ചത്, നമ്മൾ താഴത്തെ ആ കുഞ്ഞി കുട്ടി കളിക്കുന്നുണ്ടല്ലോ കുറച്ച് മണലിൽ, ആ മണൽ മുകളിലേക്ക് കൺസ്ട്രക്ഷന് വേണ്ടി കൊണ്ടുപോകണതാണ്. അങ്ങോട്ട് വണ്ടി പോകില്ല. അങ്ങോട്ട് ഈ മണലെത്തിക്കാൻ ഒരു ചാക്കിന് 130 രൂപ എത്ര, ഒരു ചാക്കിന് കേട്ടോ. അപ്പോൾ എത്രയൊക്കെ ഒരു ബിൽഡിംഗ് പണിത് വരുമ്പോഴുള്ള ചിലവ് ആലോചിച്ചൊക്കെ പോവാം. നമുക്കൊരു കാര്യം ചെയ്താലോ, 2 ചാക്കെടുത്ത് മേലോട്ട് പോയാലോ, കൂലി പൈസ അല്ലേ. ഏതായാലും പോവാണ്. നമ്മൾ ഒറ്റക്ക് പോലും നടന്ന അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ചക്രസാശം വലിക്കും. അത് പറഞ്ഞപ്പോഴാട്ടോ ഒരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ജങ്കു പോയ സമയത്തെ അവിടുന്ന് വേറൊരു ട്രക്കിങ്ങിന് പോണ കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ നമ്മൾ പോയില്ല. നമ്മുടെ ബിരാജ് ബ്രോയും അതുപോലെ കാലിംഗ് ബ്രോയും പോയിട്ട് വന്നു. അത് ജങ്കുവിൽ നമ്മൾ ലഞ്ച് കഴിച്ച സ്ഥലത്തുനിന്ന് പിന്നെയും 3 മണിക്കൂർ 3 മണിക്കൂർ വണ്ടിയിൽ പോയിട്ട് പിന്നെ അവിടുന്ന് മല കയറണം കേട്ടോ. ഒരു മല കയറല്ല, മല കയറി ഇറങ്ങി അങ്ങനെ പോകണം. 15 കിലോമീറ്ററിലധികം അങ്ങോട്ട് തന്നെ പോകാനുണ്ട് തിരിച്ചും. അപ്പോൾ നിങ്ങൾ പോരാഞ്ഞ നന്നായി എന്ന് പറഞ്ഞു കേട്ടോ. 110% ഞങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ കയറില്ലായിരുന്നു. ഇവിടെ ജീവിക്കുന്ന ഡെയിലി ഈ മല കയറി ഇറങ്ങുന്ന അവർക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം നമ്മളത് പറയാൻ കാരണം അങ്ങോട്ട് ഇതുപോലെ വണ്ടി പോകാത്ത സ്ഥലമാണ്. അവിടെ മുകളിൽ ഇവരുടെ അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുമ്പോൾ അങ്ങോട്ട് സിമെൻ്റൊക്കെ തലച്ചുമടായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു ചാക്ക് സിമെൻ്റ് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഏകദേശം 2000 രൂപ ചിലവാകും. സിമെൻറ്റിൻ്റെ വിലയല്ല കേട്ടോ, അവിടേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് ഓരോരുത്തരും ചുമന്ന് കൊണ്ടുപോകണം. 2000 രൂപ എക്സ്ട്രാ വരും ഒരു ചാക്ക് സിമെൻറ്റിന്. അതാണ് കഥ. അപ്പം നമ്മളെന്തായാലും അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് പോകാതിരുന്ന നന്നായി എന്ന് അവർ പിന്നെ എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. ഇത് 130 അല്ല കേട്ടോ, 1000 രൂപ തന്നാലും ഇത് നടക്കില്ല. ആടാ ഫസ്റ്റ് വീട് എത്തിട്ടോ. അവിടുന്ന് ചോറ് ഇട്ട് വെച്ചോക്കാം. ചേച്ചി ഇത്തിരി ചോറ് തരുമോ? ഇങ്ങനെയുള്ള സ്ഥലത്താണ് അങ്ങനെ പോയി ചോദിക്കുന്നത്. നമസ്തേ. വീഡിയോ കർ എന്താ ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞേ? ഹലോ, വാർഡ് നമ്പർ 7. ഖംദുങ്. ഈ മലയത്തെ ആദ്യത്തെ വീട്. നമ്മളങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ കുറച്ച് പേരുണ്ടായിട്ടോ. നമ്മളോട് ഇങ്ങനെ കേരളത്തിനാന്നൊക്കെ പറഞ്ഞപ്പോൾ വരൂ എന്നൊക്കെ പറഞ്ഞു. ഇതൊരു വീടാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീടും കൂടി ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. മലയുടെ മുകളിൽ ഇങ്ങനെ. ഇവിടെ അടുത്തൊന്നും വീടില്ല കേട്ടോ. ഇനി കുറെ മുകളിലേക്ക് കയറി പോകണം അത്ര വേറെ വീട് കാണണമെങ്കിൽ. അതുപോലെ തന്നെയാണല്ലേ. ഇവിടേക്ക് വണ്ടിയില്ല. മറ്റ് പല വില്ലേജിലും വണ്ടികളില്ല, മിക്കവാറും ഇല്ലതേ. അങ്ങോട്ടേക്ക് വണ്ടി ഒട്ടുമില്ല. ഇല്ല, ഈ ഭാഗത്തേക്ക് അല്ലേ. ഒന്ന് ഇട്ടെന്ന സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ഇരുന്നേക്ക്. ഇവിടെ മോള് കണ്ടോ സൈക്കിള് കടത്തി ഇട്ടിട്ട് അതിൽ ചുമ്മാ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവർക്ക് വണ്ടി കഴിക്കൊണ്ടിരിക്കുകയാണല്ലേ. എനിക്കും ഷൂ കണ്ടു തന്നിട്ടോ. ഇവിടെ കണ്ടോ ഈ ഒരു കാണുന്നൊരു മുറ്റം, പിന്നെ ഈ ഒരു സ്പേസും മാത്രമേ സൈക്കിൾ ഓടിച്ച് കളിക്കാനുള്ള സ്പേസ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇല്ലല്ലോ. ഇതാണ് അവരുടെ രണ്ടാമത്തെ ഒരു വീട് കേട്ടോ. പൈൻതീസ്. ഈ വീടേ എത്ര പഴക്കമുണ്ട് ചോദിച്ചാ കേട്ടോ. കാണുമ്പോൾ നല്ല പഴയ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഒരു 30-35 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ അവര് പറഞ്ഞ്. ഈ വീടേ ഒരുപാട് വലുതായിരുന്നു അത്രേ. അപ്പോൾ ഉരുൾപൊട്ടൽ പോലെ മോളിൽ നിന്ന് കല്ല് വന്ന് വീണിട്ടേ ആ കല്ല് അങ്ങോട്ട് താഴേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പുള്ളി. ആ മുളങ്കാടിൻ്റെ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു. ആ കല്ല് വന്ന് വീണിട്ട് ഇത് പൊളിഞ്ഞു പോയതാണ് അത്രേ. ഇത് കുറച്ചും കൂടി വലിയ വീടായിരുന്നു എന്നാണ് പറഞ്ഞത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ കണ്ട പോലെ തന്നെയാണ്. ഒരു ബേസ് ഇവർ കോൺക്രീറ്റിലൊക്കെ ഉണ്ടാക്കും. കോൺക്രീറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ കല്ല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മരം വെച്ചിട്ടേ മരത്തിൻ്റെ ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയിട്ട് മുളൻ്റെ ചീളുകൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് മണ്ണ് പൊതിഞ്ഞിട്ടാണ് കേട്ടോ ഈ ചുമരുണ്ടാക്കിയിരിക്കുന്നത്. മിക്കവാറും എല്ലാ വീടും നമ്മൾ കണ്ട അങ്ങനെ തന്നെയാണ്. ചായ കുടിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു.
ക്യാ ബോലേഗാ തത്തുപ്പാനി ആ ചൂടുവെള്ളം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. പല തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ അടുക്കളയിൽ കുറച്ച് കത്തിയും പിന്നെ കുറച്ച് വലിയൊരു കൊടുവാള് എന്നൊക്കെ പറയുന്ന പോലെ സംഭവം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇവരുടെ പല തരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള ആയുധങ്ങളാണ് കേട്ടോ ഉണ്ടാവുക. മരം കയറാൻ വേണ്ടിയിട്ടുള്ളതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ. घास काटने के लिए गाय को देना पड़ेगा ना ओके ओके खाने के लिए। ओके ओके ये क्या है ये वाला ये वाला ये घास बोकने के लिए ऐसे फिता ഓ ഓക്കെ 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 ആ ऐसे काट कर ऐसे बोकना पड़ेगा ना। ഓക്കെ 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 ഈ പുല്ലിന്റെ കെട്ടൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ അവർ ചുമന്നു കൊണ്ടുമ്പോ ഒരു കെട്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് ഇങ്ങനെ ഇടും നെറ്റിയിലേക്ക്. അതിന് വേണ്ടിയിട്ടുള്ള സാധനം അത്രേ. ये दौरा काटने के लिए क्या करने के लिए लकड़ी हाँ लकड़ी लकड़ी വിറക് ഉണ്ടാക്കാനുള്ള സാധനം വേറെ ഉണ്ട്. ഓക്കെ ആയേ ये वाला चिकन काटने के लिए ചിക്കൻ ഓ ചിക്കൻ കട്ടനെ के लिए अलग है അതിന് വേണ്ടി മാത്രം ഒരു കത്തി ഉണ്ട് കേട്ടോ. और भी है ज्यादा हाँ ये सुंगुला के भन्छ क्या सुंगुला देखे सुंगला पिग पिग काटने के लिए ആ പിഗ് പന്നീനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണത്. ഓ ഓങ്കോ ഓക്കെ 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 ഓരോന്നിനും വേറെ വേറെ സംഭവങ്ങളാണ് കേട്ടോ. क्या है अंदर मिठाई थोड़ा दिखाओ हाँ थोड़ा दिखाओ. ഒരു ചാക്കിന്റെ മുകളിൽ കയറിയിട്ടേ പതുക്കെ സഞ്ചിക്കാരന് എന്തോ എടുക്കുന്നുണ്ട് ആള്. മിഠായി മിഠായി എന്നെ പറ്റിച്ചു. അതിനുള്ളിൽ മിഠായി ഒന്നും അല്ല കേട്ടോ, അതിനുള്ളിൽ പച്ചക്കറി എന്തൊക്കെ ഇട്ട് വെച്ചേക്കണത്. കള്ളത്തി ചിരിക്കുന്നുണ്ട്. അടുക്കളയിൽ നിൽക്കുമ്പോ പുള്ളി ഒരു വലിയൊരു ക്യാൻ തുറന്നിട്ട് അതിനൊന്ന് സംഭവം എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ചാങ്ങാണ്. സിർഫ് പാനി പിയേഗാ ഇതുണ്ട് ഇതിന്റെ ഉള്ളിൽ കയറൂല, ചെറിയ തുളയാണ്. ഓക്കെ ഓക്കെ ചെയ്തിട്ടാണ് വരുന്നത്. വെള്ളം മാത്രമേ കിട്ടുള്ളൂ അല്ലേ? आप लोग नहीं पीता है? लड़की लोग नहीं पीता है? लड़की लोग पिएगा तो गिर जाएगा. ഇടക്കിടക്ക് വന്ന ഒരു അടി കൊടുത്തു പോണ്ട്. ബൈ ബൈ. കൊറേ സമയം അവരോട് സംസാരിച്ചൊക്കെ ഇരുന്ന് നമ്മൾ അവിടുന്ന് പോന്നു കേട്ടോ. ഇവർക്ക് ഇവിടെ കറണ്ട് ഫ്രീ ആണ്. അത്രേ 2015 മുതൽ കറണ്ട് ഫ്രീ ആണല്ലേ? അതായിരിക്കും അങ്ങനെയുള്ള ഏതെങ്കിലും കാറ്റഗറി ആയിരിക്കും അല്ലേ? പിന്നെ വളരെ ചെറിയ ഉപയോഗമേ ഉണ്ടാവുള്ളൂ അല്ലേ? അതല്ല പ്രശ്നം. ഇങ്ങോട്ടൊക്കെ കറണ്ട് എത്തിക്കലാണ് പാട് കേട്ടോ. എത്ര ദൂരം കട്ടിക്കൂടി കൊണ്ടുവരണമെന്ന് അറിയോ? ഇതാണ് നമ്മളിപ്പോൾ കണ്ട 2 വീട്. സുധി പടം പൊഴിച്ചു, ഇനിയും കയറാനുണ്ട്. ആ ടീഷർട്ടും കൂടി അയക്കേണ്ടി വരും. വരുന്നില്ലേ? 2 മിനിറ്റ്. ആ മരത്തിന് അത്ര വലിയ വിലവൊന്നുമില്ല, അതെങ്ങാനും ഒടിഞ്ഞ് വീണ് താഴെ പോകും. എനിക്ക് ആകെ പ്രതീക്ഷ എന്താ അറിയോ? അവിടെ ആ വീട്ടില് മോളിത്തെ വീട്ടിൽ ഒരു പുള്ളിക്കാരുണ്ടായിരുന്നു നമ്മൾ ചെന്ന സമയത്തില്ലേ. പുള്ളി പറഞ്ഞു ഖാനാ പീന ഖായക ആവോ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അങ്ങോട്ട് കയറിപ്പോയത്. പക്ഷെ പുള്ളിക്കാരന് നല്ല മണവും നല്ല ആട്ടം ഉണ്ടായിരുന്നു. പുള്ളി ഫിറ്റായതിന്റെ പുറത്ത് പറഞ്ഞാണെന്ന് അറിയില്ല. ഇനി അഥവാ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് കോഴീനൊക്കെ കറി വെക്കാൻ വേണ്ടിട്ട് നേരത്തെ പോയതാണെന്നും അറിയില്ല. പ്രതീക്ഷ തരല്ലേ? അതില്ലെങ്കിൽ രാവിലെ നമ്മളെ മാഗി കഴിച്ചില്ലേ, ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് വൈകുന്നേരം 5:30 ആകുമ്പോഴാണ്. തിരിച്ച് ഇവിടെ എത്തിയിട്ട് ടിങ്സിമിലെത്തിയിട്ട് നമുക്ക് താഴത്തെ നമ്മൾ ആദ്യം കണ്ട വീട്ടിലില്ലേ, അവിടെ നിന്ന് വല്ലതും ചോദിക്കാം. ഏത് ഇപ്പൊ കേറിയായിട്ട് വീട്ടിൽ തിരിച്ചു പോകുമ്പോഴോ? തിരിച്ചു പോകുമ്പോ നടക്ക് ഇങ്ങനെ തെണ്ടി തിന്നണോടാ. 4 പട്ടിക്കുള്ള ഇറച്ചിണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴാണ് ഇവരുമായിട്ടൊക്കെ നമുക്ക് ഇടപെടാനും ഇവരോട് മിണ്ടാനും ഒക്കെ പറ്റുക, അല്ലാതെ വിശന്നിട്ടൊന്നുമല്ല. കുറച്ചുകൂടി മുന്നിലേക്ക് വന്നപ്പോ വീണ്ടും നമുക്ക് ഒരു വീടും കൂടി കാണാൻ പറ്റി. ഇനി ഇതാണോ നമ്മൾ നേരത്തെ പറഞ്ഞ ചേട്ടന്റെ വീട്? ഇല്ല ഇല്ല ഇല്ല, ഇത് അബാൻഡൻഡ് ഹൗസാണ്. ആണോ? ഓ, ഈ സൈഡ് കണ്ടപ്പോ നമ്മള് പുല്ലൊക്കെ വളർന്നു കണ്ടപ്പോ ആൾതാമസം ഇല്ലാന്ന് വിചാരിച്ചു. മത്തങ്ങ വിത്തിന് വെച്ചേക്കുക, അതിനകത്ത് ചാണകം എന്തൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അബാൻഡൻഡാ, ഇവിടെ ആൾതാമസം ഇല്ല. കൃഷിയോ? എന്തൊക്കെ വെളുത്തുള്ളി കൃഷിയാ?
ഈ വഴിക്ക് ഇനി പോണോ? ഈ വഴിക്ക് തന്നെയല്ലേ വേറെ വീടുകളുള്ളത്? ഈ ഗ്രാമം മൊത്തം നമ്മൾ ഇന്ന് അരിച്ചു പെറുക്കും. ഓരോ അരിയും പെറുക്കിയെടുക്കും ഈ ഗ്രാമത്തിലെ. അതെ, ആട്ടിൻകൂടാ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരും കാണാനില്ല കേട്ടോ. വീടൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ അവരങ്ങനെ വീടൊന്നും പൂട്ടുന്നൊന്നും പരിപാടി ഉണ്ടാവില്ല അല്ലേ? എന്തിന്? വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ആക്രമിച്ചിട്ടൊക്കെ തിരിച്ചിറങ്ങി പോകാൻ ഒറ്റ വഴിയുള്ളൂ സിക്കിമിന്, എക്സിറ്റിന്. ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്ത് വിടാൻ പറ്റും. ഓ, അപ്പൊ പിന്നെ നമസ്തേ. വലിയ ക്രൈം ഒന്നും ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല അല്ലേ? നമസ്തേ. हम लोग केरल से आ रहे, घूमने के लिए आया, थोड़ा आप लोगों का बस्ती देखने के लिए ऊपर गया. ചേച്ചി ആടിന് തീറ്റ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ഇങ്ങനെ പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ചേച്ചി ഒറ്റക്കൊള്ളൂല്ലേ അവിടെ? ഏലകൃഷിയുടെ അവരുടെ വീടുകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ പറഞ്ഞ പോലെ. ഇങ്ങോട്ട് മുകളിലേക്കുള്ള വഴിയാണേ. ഇവിടെ ഇതെന്താ, അത് മത്തനാണത്? സ്ക്വാസ് ആണത്? ഓക്കെ. ഹായ്, ഇതൊരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട്. ഇവിടെ വീടിന്റെ മുമ്പിലൊരു വ്യൂ പോയിന്റ് നോക്കിയാ മുമ്പിലേക്ക് നല്ല ഭംഗിയില്ലേ? സത്യത്തിൽ ഇവിടെ വന്ന സമയത്ത് സുധി ഓരോന്ന് പറയുമ്പോൾ ഞാൻ കളിയാക്കുമായിരുന്നു കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഓർഗാനിക്കാന്ന് പറയുമ്പോൾ. പക്ഷേ പോകെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വന്നപ്പോഴാണ് ശരിക്കും ഇവർ ഈ പറഞ്ഞ പോലെ മറ്റുള്ള രാസവളങ്ങളോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന പ്രകൃതിയിൽ നിന്നുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ അവർ എല്ലാ സാധനവും ഉണ്ടാക്കുന്നത്. ഇവരിവിടെ വീട്ടിലിപ്പോൾ ഈ വീട്ടിലൊക്കെ ഞാൻ പറയാം, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഉപ്പൊക്കെ മാത്രമേ ഇവർ വാങ്ങുന്നുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സാധനവും ഈ ഒരു തട്ട് ഉള്ള ഭാഗങ്ങളിൽ അവർ കൃഷി ചെയ്തുണ്ടാക്കുകയാണ്. വാട്ട് എ ലൈഫ്. നമുക്ക് ഒന്നുകൂടി മുകളിലേക്ക് തന്നെ പോയി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേ ഒരേപോലത്തെ വീഡിയോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടൊരു മടുപ്പൊക്കെ തോന്നുന്നുണ്ടാവാം. പക്ഷേ ഇതിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കിത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. കാണുന്നത് പോലെയല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഡെയിലി ഇങ്ങനെ ഇതുപോലുള്ള വില്ലേജിൽ കൂടി നടന്നാലും മടുപ്പുണ്ടാവില്ല. ഈ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഇട്ടോ. ഇത് കുറച്ചുകൂടി പഴയ വീടാണേ. അവിടെ ഒരു ഫാമിലി ഇരുന്ന് എന്തോ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് നേപ്പാളി മാത്രമേ അറിയുള്ളൂ, വേറെ ഭാഷ അറിയില്ല. ഇവരിവിടെ നെൽകൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നെല്ലും പതിരും വേർതിരിക്കാന്നുള്ള പരിപാടിയാണ് തോന്നുന്നു ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. അതല്ലേ, നെല്ലും പതിരും വേർതിരിക്കല്ലേ? അതാണ് സംഭവം അവർ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു കുട്ടിയുണ്ട് ഇവിടെ കണ്ടോ. കുറച്ച് വലിയൊരു ഷെഡ് ഉണ്ട്. ഇതിങ്ങനെ കാലിന്റെ പുറത്താണ് കേട്ടോ അങ്ങനെ പില്ലർ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇവർ നെല്ലൊക്കെ ശേഖരിച്ച് വെക്കാനൊക്കെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അതിനകത്ത് കുറെ വൈക്കോലൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എവിടെയാണ് നെൽകൃഷി ചെയ്യുന്നതെന്നൊരു ഐഡിയ കിട്ടുന്നു കേട്ടോ. നെൽകൃഷിയുള്ള സ്ഥലം എവിടെ? നീച്ചേ? ഓ, ഓക്കെ. കുട്ടി ചിരിക്കുന്നുണ്ടോ? എന്താ ചിരി? ഹലോ. താങ്ക് യു. ബൈ. ഇവിടെ മിക്ക വീടുകളുടെ മുകളിൽ ഇങ്ങനത്തെ കൊടികൾ കാണാം കേട്ടോ. SKM പാർട്ടി ഉണ്ടല്ലോ, സിക്കിം ക്രാന്തിക്കാരി മോർച്ച, അവരുടെ കൊടി കാണാം. പക്ഷെ ഇങ്ങോട്ടൊക്കെ ഓട്ടി വയ്ക്കാൻ വരണമെങ്കിലേ നല്ല പാടായിരിക്കും. ഓരോ വോട്ടിനും നല്ല പ്രാധാന്യം ഉണ്ട് അല്ലേ? അല്ലെ, ഇത്രയും കയറി വന്നാൽ 4 വോട്ടാ കിട്ടാൻ പോണ. പക്ഷെ ആ വോട്ട് 4 വോട്ട് കൊണ്ടൊക്കെ ആയിരിക്കും തോറ്റു പോവുക. 4 അല്ല, 1 വോട്ട് കൊണ്ടൊക്കെ ആയിരിക്കും തോറ്റു പോവുക. യെസ്. എന്തോ ഒരു കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ട്. ഗ്രാമവാസികൾ ആരോ വരുന്നുണ്ട് കേട്ടോ. നമസ്തേ. ഇവര് താഴേക്ക് അങ്ങോട്ട് പോകുന്നതാണ്. അദ്ദേഹത്തിന് താഴെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവർ കടയിലേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് ഇനി ഏകദേശം ഒരു അരമണിക്കൂർ കൂടി നടക്കാനുള്ള സ്ഥലമുണ്ട് ഇത്ര ഈ ഭാഗത്തുള്ള വീടുകളിലേക്ക് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഗ്രാമമുണ്ട്. അവിടേക്ക് വണ്ടി വരുത്തറേ. ടിങ്സിങ് സീറോന്ന് നമുക്കൊരു റോഡ് കാണാം, ഗാങ്ടോക്ക് പോകുന്ന റോഡ്. ആ റോഡിന് പോകുമ്പോൾ ആ വഴിക്ക് പോയിട്ട് ഈ പറഞ്ഞ ഏറ്റവും ടോപ്പിലുള്ള ഗ്രാമത്തിലേക്ക് വണ്ടി പോകുന്നതാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അവിടെയുള്ള പുള്ളിയുടെ ഒരു സഹോദരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 മലയാളികൾ വലിഞ്ഞു കയറി വരുന്നുണ്ട്. അവർക്ക് വലിയ സ്നേഹത്തോടെ പറഞ്ഞു. അതെ, ഞാൻ ചുമ്മാ പറഞ്ഞ. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെയല്ല പറഞ്ഞേ? അങ്ങനെ പറഞ്ഞു. മാധവ് എന്നാണ് പേര്. ഇനി നമുക്കൊരു ലക്ഷ്യമുണ്ട്, മാധവനെ തപ്പിപ്പോണം. ഇതുവരെ നമുക്കൊരു ലക്ഷ്യമില്ലായിരുന്നു, വെറുതെ അലയുകയായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ നീ ഇങ്ങനെ നടന്നു വന്നോ. അപ്പോൾ നീ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്ന ശ്രുതി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയാം. ഇത് നല്ലൊരു ഇതാണ്.
എന്ത് പറയാനാണ്? ഇത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. ബീൻസ് ആണ്, ബീൻസ്. അതെ, ഇവിടെ ഇങ്ങോട്ട് വാ. ഇത് നോക്ക്, നല്ല ചുവന്ന കളർ ബീൻസ്. ഈ ചുവന്ന ബീൻസ് കണ്ടിട്ടുണ്ടോ? ഓ, ഇതിനെ കുറിച്ചാണ് ഞാൻ പറയുമായിരുന്നു. എടാ ഇത് പഴുത്തതാടാ. പഴുത്തതുകൊണ്ടാണോ? ചുവന്ന കളർ ബീൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് മാധവനെ കാണാൻ പോകാം. നടക്കാം. അതെ, അവിടുന്ന് പോകുന്നതിന് ശേഷം നമ്മൾ കാണുന്ന ആദ്യത്തെ വീട്. അവിടെ പോണ്ടേ? എല്ലാ വീട്ടിലും കയറാം നമുക്ക്. ആ, ഓരോ അരിയും പെറുക്കിയെടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവിടെയും പോയേക്കാം. ഇലക്ഷൻ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടും കേട്ടോ. ഓരോ വീടിനും സ്വന്തമായ വ്യൂ പോയിന്റ് ഉള്ള വീടുകളാണ് ഇവിടെ. ഞാൻ എവിടെ പോയപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, ഓരോ വീടിനും സ്വന്തം ബീച്ചുള്ള സ്ഥലം. ഹലോ. ഇവിടെ 3 പയ്യന്മാര്, നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3 ചെക്കന്മാരെ കിട്ടിട്ടോ നമുക്ക്. കൊള്ളാലോ. സച്ചിത് കൃഷ്ണ രോഹിത്. മാർച്ചക് എന്ന് പറയുന്ന ഒരു വില്ലേജാണ് കേട്ടോ ഇത് അവരുടെ വീടാണ്. ഇവിടെ കണ്ടോ തേനീച്ചക്കൂട്? എല്ലാ വീടിനും ഉണ്ട് സ്വന്തമായിട്ട്. എല്ലാ വീട്ടിലും തേനീച്ചക്കൂട്. അതിനെങ്ങനെയാ സംഭവം എടുക്കുക അവര്? ഓ, ഈ സൈഡോ? ആ, ഈ സൈഡില്ലേ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് അവര് എടുക്കുക. ഇതുപോലെ എല്ലാ വീട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ചില വീട്ടിൽ കുറേ എണ്ണം ഉണ്ടാവും ഇങ്ങനെ തേനീച്ചക്കൂട്. ബൈ, താങ്ക് യു. അപ്പോൾ ഈ വില്ലേജ് ഇവിടെ അവസാനിക്കണോ? മാർച്ചക് എന്ന് പറയുന്ന വില്ലേജ് ഇവിടെ അവസാനിക്കുക. ഈ ലാസ്റ്റ് വീടായിരിക്കും അല്ലേ? കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി അടുത്ത വില്ലേജ്. അതിന്റെ പേരെന്താ പറഞ്ഞേ? രണ്ടാമത് ചോദിക്കരുത്, ഭയങ്കര പാടാ പറയാൻ. ഒന്നാമതാ ചോദിക്കുന്നത്. ഞാൻ ഒന്നാമത് ചോദിക്കുന്നത്, രണ്ടാമതല്ല. പേര് മറന്നു. പേരായിരുന്നു, ഒരു പേരാണ്. അത് ഓർത്തിരിക്കാൻ വലിയ പാടാ. പിന്നെ പ്രൊണൗൺസിയേഷനും ഡിഫറെന്റ് ആണ്. പിന്നെ നമ്മളൊരു ചെറിയ അക്ഷരം മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വല്ല മോശം ഇതാവും. അതുകൊണ്ട് ആൾക്കാരുടെ ഇവന് പലവട്ടം അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ചില വാക്കുകൾ ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അത്യാവശ്യം വേണ്ട വാക്കുകളൊക്കെ ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവനത് പറയും. പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ ചിലപ്പോൾ വമ്പൻ തെറിയായിരിക്കും. അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു. ഞാൻ ഇപ്പം നമ്മൾ റീസെന്റ് ആയിട്ട് പോയില്ലായിരുന്നു അവിടെ കല്യാണത്തിന് പോയ സമയത്ത്, അവിടെ ചായ ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ കയറിയപ്പം അവരതിന് ആ ഒരു ഇതിന് എന്തോ ഒരു പേര് പറഞ്ഞു. ഞാനത് റിപ്പീറ്റ് ആവർത്തിച്ചു. അവിടെയുള്ള ചേച്ചിമാരൊക്കെ ഒറ്റ ചിരി അങ്ങ് ചിരിച്ചു. പിന്നെ അതിന്റെ അർത്ഥം എന്തായിരുന്നു ചോദിക്കരുത്, പറഞ്ഞുതരാൻ പറ്റില്ല. പബ്ലിക്കായി പറയാൻ പറ്റാത്ത അർത്ഥമായി. ഞാൻ അങ്ങോട്ട് എനിക്ക് പിന്നെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് സീനില്ല. എന്നാൽ അവരെല്ലാം കൂടി ചിരിച്ചപ്പോ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. നടക്ക്, ഇങ്ങോട്ട് വാ, 5 മിനിറ്റ് ഇരിക്കാം. എന്തായാലും മാധവിന് ഒരു കോഴിനൊക്കെ പിടിച്ച് കറി വെക്കണമെങ്കിൽ 1/2 മണിക്കൂർ വേണ്ടേ? മേളിൽ നിന്ന് ആരും നോക്കുന്നുണ്ടോ? മാധവാണോ? ആണോ? അല്ല, നമ്മുടെ ഒച്ചപ്പാട്. മാധവില്ല പ്രതീക്ഷ. ഉച്ചയ്ക്ക് ശരിക്കും നമ്മൾ എന്തെല്ലാം കഴിക്കേണ്ടതാ കല്യാണത്തിന്റെ കല്യാണത്തിന് ശരിക്കും പൊരിക്കുന്ന മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കടിച്ചു പിടിച്ചാ അവിടുന്ന് പോകുന്നത്. അല്ല, ഭക്ഷണത്തിന് വേണ്ടി മാത്രം അവിടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈം വേസ്റ്റ് ആണ്. പിന്നെ നമ്മളുടെ ലക്ഷ്യം അതല്ലല്ലോ. ഏത് കല്യാണം കാണലാണ്, ഭക്ഷണമാണ്. പക്ഷെ ഇപ്പൊ നല്ല വിശക്കുണ്ട് കേട്ടോ. നല്ലോണം കൊറേ കയറി കേട്ടോ. എത്ര നേരം നമ്മളൊരു 2 മണിക്കൂറിന് മേലെയായിട്ട് നടക്കാൻ തുടങ്ങിയതാ. ഇതൊക്കെ ഇനി ഇറങ്ങാൻ വേണം. അവിടെ ഒരു നാരങ്ങ കാണുന്നുണ്ട്, ഓറഞ്ച് മരം. അല്ലെങ്കിൽ നിറയെ ഓറഞ്ച് മരം ഉണ്ടാവും കേട്ടോ. ഇവിടെ താഴെ കണ്ടു, തുടക്കത്തിൽ നമ്മൾ കണ്ടു, പിന്നെ കാര്യമായിട്ട് ഓറഞ്ച് മരം കണ്ടില്ല. അതുകൊണ്ട് എന്താ കാര്യം? അത് തിന്നാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കപ്പച്ചോട് വിളിക്കേണ്ടി വരും. നടക്ക്. കുറെ നേരം നമ്മൾ നോക്കി ഇരുന്നിട്ട് പോയിട്ടുണ്ടാവും മിക്കവാറും. കുറെ നേരം ആയാലും നമ്മൾ ഈ മല കയറാൻ തുടങ്ങിയിട്ട്. നമ്മളൊരു കഷ്ടപ്പെട്ടൊരു സംഭവം കയറുന്ന സമയത്ത് ഒരു ചേച്ചി വന്നു കേട്ടോ. നമസ്തേ. ഇത് മാധവിന്റെ ആരാന്ന് പറഞ്ഞു? മാധവൻ, നമ്മൾ തപ്പി വന്ന മാധവിന്റെ വൈഫ്, മാധവ് ഭയ്യന്റെ വൈഫ്. ओके ओ इधर है। हाँ, ऊपर है, ये आगे रखना। हाँ, ओके ओके ओके। आप किधर जा रहे हैं? नीचे? अभी नीचे दुकान में। हाँ। अभी आप जाके वापस आना चाहिए ना? ओ, क्या लेने के लिए? सामान लेने के लिए। सामान घर में। ദീദി താഴെ സാധനം വാങ്ങാൻ, വീട്ടിൽ അതിഥി വന്നപ്പോ സാധനം വാങ്ങാൻ വേണ്ടിട്ട് മല ഇറങ്ങി പോവാണ്. നമ്മളത് 2 മണിക്കൂർ എടുത്ത് കയറി ആ ഒരു മല. താഴേന്ന് വിശക്കണൂന്ന് പറഞ്ഞപ്പോ ഇവൻ ചൂണ്ടിക്കാണിച്ചെന്ന് ആ നാരങ്ങന്റെ മരത്തിന്റെ അവിടെ എത്തി. പറിച്ചു കഴിച്ചോ? അത് മാത്രല്ല, പറിച്ചു കഴിച്ചോ? നമ്മള് പറയുന്ന കേട്ടിട്ടാന്ന് തോന്നുന്നത്. നോക്ക്, ആരും നാരങ്ങ പറിച്ചു. എന്തിനാ? പിന്നെ നമ്മള് ജങ്കു പോയപ്പോ അവിടെ നിന്ന് ആ ഒരു പോലീസുകാർ ചേച്ചി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്ത്? ആ മേലെ കയറിയിട്ട് എന്തെങ്കിലും എടുത്തിട്ടോ അല്ലെങ്കിൽ എടുത്തിട്ട് വരുവോ അല്ലെങ്കിൽ കഴിക്കുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് ചത്തുപോകും, മരിച്ചു പോകുന്നു പറഞ്ഞു. അത് ഇവിടെ തുളുങ്ങിലല്ലേ? തുളുങ്ങ് പോകുന്ന വഴിക്ക്. തുളുങ്ങ്
ഇനി ഇവിടെ അതുപോലത്തെ വിശ്വാസം വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. ഈ യാത്രയിൽ നമ്മൾ പറഞ്ഞില്ല അതിനെ കുറിച്ചിട്ട് 2000 രൂപ വേണം സിമെന്റ് കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലേ. തുളും അവിടെ പോയിട്ട് അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. അത്രേ എന്തെങ്കിലും ഒരു കല്ല് പോലും കൊണ്ടുവരാൻ പാടില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ മരിക്കുന്നതാണ്. അതുകൂടാതെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം നമ്മളുടെ ദേഹത്ത് നമ്മളുടെ കുറേ അപ്പനപ്പൂപ്പന്മാർ അങ്ങ് മേലെ വരെയുള്ള ആത്മാക്കളുണ്ടാവും. അതൊക്കെ അവിടെ താഴെ വന്നിട്ട് എന്തോ ഒരു പൂജ പോലെ ഉണ്ടാവില്ല. അത് കഴിച്ചിട്ട് ആത്മാക്കളെയൊക്കെ അവിടെ വിട്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ടാണ്. കൂടെ കൂട്ടി വരരുതെന്നാ പറഞ്ഞു. പോവാത്ത നന്നായി. പോകാഞ്ഞത് നന്നായി എന്ന് പറഞ്ഞത് അവരെ വിശ്വാസത്തെ കളിയാക്കിയതൊന്നല്ല കേട്ടോ. ജസ്റ്റ് തമാശക്ക് പറഞ്ഞാണ്. നമ്മൾ ആരുടെയും വിശ്വാസത്തെ കളിയാക്കാനോ അത് അന്ധവിശ്വാസമാണെന്ന് പറയാനോ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ഇതേ നമ്മളൊരു വീടാണെന്ന് വിചാരിച്ച സംഭവമായിരുന്നു. പക്ഷേ അത് അവരുടെ പശുത്തൊഴുത്താണ് അത്രേ. വീട്ടിലേക്ക് ഇനിയും പോകണം. എടാ കള്ളാ ഒറ്റക്ക് കഴിക്കുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ പറിച്ചത് കൊണ്ട് പറിച്ചതൊന്നൊരു പ്രശ്നമേ അല്ല. ഇനിയുണ്ടോ? അതിന്റെ മേലെ എന്നെ കുറേ പേര് വീഡിയോയിൽ അങ്ങനെ ഈ അടക്കാപ്പഴം ഞങ്ങൾ പറയും. പേരക്കൊക്കെ പറിക്കുമ്പോൾ അട്ടപ്പാടി നിന്നൊരു പേരക്ക പറിച്ചു നിന്നതിന് എന്നെ കുറേ പേര് കമന്റിൽ കയറി പറഞ്ഞു. ദീദിനോട് പറഞ്ഞപ്പോൾ ദീദി പറഞ്ഞു അതുമല്ല ഈ ഒരു പേരക്കൊന്നും പറിച്ചു നിന്നൊന്നും വലിയൊരു മോശമൊന്നുമല്ല. അത് ജയതി പറഞ്ഞ പോലെ ജസ്റ്റ് മോശ അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ പേരക്കൊന്നും ആരും തിന്നലില്ല. എല്ലാം നിലത്തിന്ന നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇവിടെ വീണ് കിടക്കും. തിന്നൂല. കയറി വന്നപ്പോൾ ഇവിടെ 2 വീടുണ്ട് കേട്ടോ. ഇതിൽ ഏത് വീടാണെന്ന് അറിയില്ല. നമ്മൾ ഈ കയറിയതിൻ്റെ ഹൈറ്റ് മനസ്സിലാവണമെങ്കിലേ ഇതേ അങ്ങോട്ട് നോക്കണം കേട്ടോ. അതായത് ഈ മലയല്ലേ ആ ഒരു ഭാഗമാണ് നമ്മൾ അന്ന് പോയ ജങ്കു എന്ന് പറയുന്ന ഏരിയ കേട്ടോ. അവിടെ ഒരുപാട് താഴെ കൂടിയാണ് നമ്മൾ ആ പോയ റോഡെല്ലാം. ഒരുപാട് താഴെ നോക്കിയേ. നമ്മളിപ്പോൾ നിൽക്കുന്ന ലെവൽ എവിടെയാണെന്ന്. ഇത്രയും ഹൈറ്റിൽ നമ്മളിപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് കയറി കേട്ടോ. കുറച്ചല്ല 2 മണിക്കൂറായി. ആ വീട്ടിൽ നിന്ന് കുറച്ച് ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ഒരു വീടുണ്ട് അല്ലേ? അത് 3 വീടുണ്ട് ഇവിടെ. 3 വീടുണ്ട്. നോർമലി അതിഥികൾ വരുമ്പോൾ കുറച്ച് ഒച്ചത്തിലൊക്കെ വർത്താനം പറയും. മിക്കവാറും ആ വീടായിരിക്കും. നടക്ക. ഇവിടെ കുറേ വീടുണ്ട് കേട്ടോ. 2ഉം 3ഉം വീടൊന്നുമല്ല. ഏതാ ഈ വീടാ? അപ്പോൾ ദേ നമ്മൾ തേടി വന്ന വീട് ഇതാണ് കേട്ടോ. നമസ്തേ ഭയ്യ എന്നാ ഇത്? ഓക്കെ. നിറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഭംഗിയാക്കിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ മാധവ് ഭയ്യൻ്റെ വീട്. കണ്ടോ? ഇതതിൻ്റെ മുൻഭാഗമാണ്. ഇവിടെ നിറച്ച് ഇവിടെ കണ്ടോ നിറയെ വീടുകൾ. ശരിക്കും ഒരു ഗ്രാമം പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ? നമ്മൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഒരു ഭാഗത്ത് കുറേ വീടുകളായിട്ട് നമ്മൾ സാധാരണ കാണാറേ ഇല്ല. ഇവിടെ പക്ഷേ കുറേ വീടുണ്ട്. കിട്ടിയാ? हेलो नमस्ते नमस्ते देखान माधव कैसा है? हाँ ठीक है। घर में कुछ मेहमान आया बोला दीदी ने मिला दीदी। हाँ आया थे। क्या इधर का गाँव आप लोगों का वो ट्रेडिशन जैसा वही ने चाय बना था। चाय पियेंगे ना आप लोग? चाय पिएगा പിന്നെ ചായ കുടിക്കാതല്ലേ? अभी नीचे तक आया ना थोड़ा तक गया। ചായ കുടിക്കണോ അതോ ദാരു കുടിക്കണോന്ന്? എനിക്ക് ദാരു കുടിക്കണം. എന്റെ പൊന്നെ दारू पे होता है ना वो नीचे जाने का बहुत मुश्किल हो जाएगा। ഇദ്ദേഹം കുറെ നേരമായിട്ടോ അകത്തേക്ക് വിളിക്കുന്നു. അകത്തേക്ക് ചെല്ലുന്ന കാണായിട്ട് പുള്ളി ചെയറെടുത്ത് പുറത്തേക്ക് കൊണ്ട് തന്നെ ഇരിക്കാം. ആര് കഴിച്ചു കഴിഞ്ഞാലേ വിമാനത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് താഴോട്ടൊക്കെ പറക്കാനാ പറഞ്ഞത്. അവര് സ്ഥിരമായിട്ട് അങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവാ. ഇവർക്ക് വഴി നിശ്ചയുണ്ട്. ഇവര് നടന്നില്ലെങ്കിൽ ഇവരുടെ കാല് വരെ കൊണ്ടുപോകും. അതെ അതെ അതെ. വീഡിയോ കോൾ ചെയ്തിട്ട് ആർക്കോ നമ്മളെ പറഞ്ഞു കൊടുക്കുക, നമ്മളെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഹലോ ഹലോ തുപ്പായിക്കോ നാം കിയോ തുപ്പായിക്ക് കാണിച്ചോ. വീഡിയോ കോളേ? വീഡിയോ കോൾ. ഓക്കെ ഓക്കെ. हाय हाय मेरा नाम धनमाया है धनमाया। എവിടുന്നാ ചോദിച്ചോക്കെ? എവിടെ സ്ഥലം? आप लोग अभी किधर है? कौन सा जगह? हम तो थोड़ा नीचे रोड साइड में। अच्छा अच्छा. हम उधर गाड़ी रखने के बाद ऊपर आया. हमारा भाषा मलयालम. केरला में मलयालम. कंडू मतलब देखा. सुकमानो कैसा है? नेपाली भाषा में कंडू अच्छा शब्द नहीं है.
बहुत बुरा शब्द है നേപ്പാളി ഭാഷയിലെ നമ്മൾ ആ പറഞ്ഞതില്ലേ ഇപ്പൊ പറഞ്ഞ മലയാളത്തിൽ അത് ഭയങ്കര മോശമായ വേടാണെന്ന് ആണല്ലേ നമ്മളിപ്പോ താഴെ വന്നപ്പോ ഈ കാര്യം പറഞ്ഞോളൂ ये चरण दीदी बहुत अच्छा डांस करता है നല്ലോണം ഡാൻസ് കളിക്കും ആ एक डांस डांस करने में खांडू कर रही എന്ത് മോശമാ എന്തോ തെറിയാണ് അത് പിന്നെ പുള്ളി പറയുന്നുണ്ട് നമുക്കിനി മിണ്ടണ്ട കണ്ടില്ല അബദ്ധത്തിൽ നമ്മൾ ആ ഒരു ഭാഷ പറഞ്ഞു പോയതാ പയ്യ പക്ഷെങ്കില് പുള്ളി എന്നെ പറഞ്ഞോണ്ടിരിക്കുക നീചസായ താഴെ നിന്ന് വന്നു വന്നു നീചസായ പുള്ളിക്ക് നമ്മളെ ഭാഷ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളി ഭയങ്കര ആക്റ്റീവാ ഇന്ന് ഇവിടെ കൂടിയിട്ട് പഠിപ്പിച്ചാലോ താങ്ക് യു वो मेरा डॉटर है आपकी डॉटर है ഓക്കെ ഇവർ രണ്ടുപേരും ഇവിടേക്ക് വിരുന്ന ആൾക്കാരാണ് കേട്ടോ അവര് പോവാത്രേ ബൈ പോവാത്രേ വെള്ളം തന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്രക് വാല ബ്ലാക്ക് താങ്ക് യു ഉഷ USHA ഓക്കെ കസര കിട്ടുമെന്ന് നമുക്ക് ചായ കുടിക്കാനെടുത്ത് ഇനിയെങ്കിലും കുറച്ച് നമ്മൾ ഇരിക്കാം അവർ കുറെ നേരമായി ചായ ഇരിക്കാൻ പറയുന്നു അടിപൊളി ചില്ല് മനുഷ്യന്മാരാട്ടോ തമാശയും കളിയും പരിപാടിയൊക്കെയാണ് അവർ രണ്ടുപേരും പോയപ്പോ ഒന്നും ഒതുങ്ങിയില്ലേ അവര് കുറച്ചും കൂടി ഇതായിരുന്നു സൂപ്പർ स्टील को चम्ची देउसुरे हजुरलाई सम्झी देउसुरे आयु भाइ हो देउसुरे कालो कार्तिक देउसुरे मनाउँदै आएका ഇതുണ്ടല്ലോ ഇവരുടെ ഇവിടുത്തെ നമ്മളുടെ ദീപാവലി ഒക്കെ വരുന്ന സമയത്ത് ദിവസൂരെ സെലിബ്രേറ്റ് ചെയ്യും ആ ഒരു സമയത്ത് ഇവര് ഓരോ വീട്ടിലും രാത്രി സമയങ്ങൾ ഒരു ദിവസം ആണുങ്ങൾക്ക് ഒരു ദിവസം പെണ്ണുങ്ങൾക്കും ഉണ്ട് അപ്പൊ ആണുങ്ങളുടെ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ വീട്ടിലും കയറിയിട്ട് രാത്രി പുലർച്ചെ സമയത്തൊക്കെ ഇങ്ങനെ പാടും അതായത് ഇതൊരു റാപ്പ് മോഡലാണ് ഇതിന്റെ അകത്ത് പല വീട്ടിലുള്ള ആൾക്കാരെ പൊഴുത്തി പാടും ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയും അവരിവിടെ ചെയ്ത എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യം കേറിയിട്ട് ഇങ്ങനെ പാടും നമ്മുടെ ഈ കരോള് പോലെ തന്നെ ഒരു 4-5 ഗ്രൂപ്പൊക്കെ ചേർന്നിട്ട് അങ്ങനെ പാടുന്നതാണ് അന്നേരം ഇവര് വീട്ടിലുള്ള ആളുകൾ വിളക്കൊക്കെ കത്തിച്ച് വന്നിട്ട് അതിന്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ടാവും അതിങ്ങനെ ദക്ഷിണയായിട്ട് കൊടുക്കുന്ന അങ്ങനെ പല വീടുകളും കയറി ഒരുപാട് പൈസ ആ ഒരു സമയത്ത് സമ്പാദിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ശിഖയുടെ അച്ഛനൊക്കെ ഇല്ലേ പുള്ളി ഇങ്ങനെ പുരാണപരമായിട്ടുള്ള പഴയതാണ് അപ്പൊ അങ്ങനെയുള്ള പാട്ടൊക്കെ പാടും അങ്ങനെ പാടിയിട്ട് പുള്ളി ഏകദേശം 20,000 സംതിങ് രൂപയോളം അന്നത്തെ ദിവസം അങ്ങനെ ഉണ്ടാക്കി പല സ്ഥലത്ത് പോയിട്ട് ഞാൻ വേറൊരു കരക്കമ്പ് കേട്ടു നീയും പോയിട്ട് കുറെ പൈസ ഉണ്ടാക്കിയിരുന്നു എത്ര രൂപ കിട്ടി നമ്മള് ചെറിയ പാട്ടുകാരല്ലേ 1200 അടുത്ത പാട്ട് ഒരു പാട്ട് പാട്ടൊന്ന് പാടി തുടങ്ങാനേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പാടി തുടങ്ങിയപ്പോ പിന്നെ വമ്പം മജ ഉത്സാഹ കമ്മിറ്റിക്കാരൻ ഇവിടെ പിന്നെ നിറയെ പൂക്കളൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മളാ പറഞ്ഞ ആ ഒരു ഭാഷയില്ലേ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കാൻ വിട്ടുപോയി അർത്ഥം ചോദിച്ചപ്പോ അവരൊന്നും പറഞ്ഞില്ല അവരെന്തോ അതിനെപ്പറ്റി ചർച്ച ഓക്കെ മുകളിൽ എന്തൊക്കെ അടിപൊളി സംഭവം ഉണ്ടെന്നാ പറയുന്നത് ഈ വീടൊക്കെ ഉണ്ടോ നമ്മളിങ്ങനെ ഈ കാർട്ടൂണിലൊക്കെ നമ്മളിങ്ങനെ വരക്കൊക്കെ ചെയ്യില്ലേ ബാലരമയിലൊക്കെ വരക്കൊക്കെ ചെയ്യില്ലേ അതുപോലെയുള്ള വീടുകൾ കേട്ടോ നിറച്ച് ചെടികളൊക്കെ ആയിട്ട് ഭയങ്കര കളർക്കും അവധി ആയതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലായിടത്തും തുണി വിരിച്ചിട്ടുണ്ട് അലക്കിടയാണ് നമ്മളെ ഒരു ചിത്രം വരക്കുമ്പോ എപ്പോഴും വീടിന്റെ പുറകിൽ മലയായിരിക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാ വീടിനും നല്ല വ്യൂ പോയിന്റ് ഒക്കെ ആയിട്ട് ഒരു ചേച്ചി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ പൂക്കളൊക്കെ കണ്ടോ എത്ര പൂക്കൾ വെച്ചിരിക്കണ ഓരോ വീടിന്റെ സൈഡില് ഇതൊക്കെ എല്ലാ വീടും 2 എണ്ണമായിട്ടുണ്ടാവും കേട്ടോ ഇത് അവരുടെ വീട് ഇത് അവരുടെ അടുക്കള അങ്ങനെയാണ് ഇനി എങ്ങോട്ടാ കയറുന്നത് അത് ലാസ്റ്റ് വീടല്ലേ ഓക്കെ അതിലൊക്കെ പോവാം എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം
यहाँ से अच्छा आप कहाँ से आया भैया? केरला से കേരള ആ ഹാ ഹാ दोनों केरला से। ആ ഹാ ഹാ ഹലോ ഹലോ ഇവരെ നമ്മൾ കണ്ടേ മേലെ കണ്ടത് മേലെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇവിടം വരെ കൊണ്ടുവരുന്നുണ്ടോ? താഴേന്ന് ആ പാറപ്പൊടി ഇവിടം വരെ അവർ കൊണ്ടുവരുന്നുണ്ട്. 120 രൂപ എത്ര ഒരു ചാക്കിന് 130 രൂപ. ഓ അത് ഭയങ്കര കുറവാട്ടോ. അങ്ങനെ ഒരു ദിവസം അവർ എത്ര എണ്ണം കൊണ്ടുവരില്ലേ? वो चर्च है ना, चर्च बनाने के लिए। ചർച്ച്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾ ഈ ചേച്ചിയോട് ചോദിക്കായിരുന്നു ഇവിടെയൊക്കെ ഈ വീടൊക്കെ പണിയാൻ എത്ര പേർക്ക് ചെലവുണ്ട് എന്നിട്ടോ. അപ്പോൾ ഈ ചേച്ചിൻ്റെ ഈ കാണുന്ന വീട് പണിയാൻ ഇവർക്ക് ചിലവാകുന്നത് 80,000-90,000 രൂപയൊക്കെയാണ് അത്ര. 80,000 രൂപക്ക് ഒരു വീട് വരെ പണി തീർക്കുന്നുണ്ട്. അതും ഇതുപോലുള്ള നമ്മളുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിലേക്ക് റിസോർട്ട് പോലുള്ള സ്ഥലം, മനോഹരമായ സ്ഥലത്ത്. അല്ല, നമുക്ക് മനോഹരമായി തോന്നുന്നത് ഇവർക്ക് ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടായി. പക്ഷെ ഇവര് യൂസ്ഡ് ആയിരിക്കും. നമ്മളിവിടെ കൊണ്ടു ജീവിക്കാൻ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈകാലിട്ടടിക്കും. പിന്നെ റിസ്ക് ഉണ്ട്, കാരണം സ്ലൈഡ് ഒക്കെ വരുമല്ലോ. അങ്ങനത്തെ റിസ്കുകളുണ്ട്. പക്ഷെ ചെലവിന്റെ കാര്യം ആലോചിച്ചു, നമുക്കൊക്കെ ഒരു വീട് പണിയാൻ എത്ര രൂപ ചിലവാകുന്ന ആലോചിച്ചൊക്കെ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മുള, മരം, കല്ല്, മണ്ണ് ഇത്രയാണ് ആവശ്യം. പിന്നെ ഈ റൂഫിനുള്ള ഷീറ്റ് ഉണ്ടല്ലോ, അത് മാത്രം അവർ താഴേന്ന് കൊണ്ടുവരും. പിന്നെ സിമെന്റ് പണിയാണെങ്കിൽ നല്ല ചിലവാകും. ഈ താഴേന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വേണ്ടേ. ഈ വീടുകളൊക്കെ ഒരു കുടുംബത്തിലെ തന്നെ ചേട്ടനനിയന്മാരുടെയൊക്കെ ഇതൊരാളുടെയാണ്, അതൊരാളുടെയാണ്, അപ്പുറേ അതിന്റെ മേലെ 7 വീട് അല്ലേ, മൊത്തം സഹോദരങ്ങളാണ്. ഒരാൾ മാത്രം സിംഗ് ഡാമിലുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ബാക്കി എല്ലാവരും ഒരുമിച്ചല്ലേ? ഒരുമിച്ചാണ്. നമ്മൾ കുറച്ചുകൂടി മുകളിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്നു കേട്ടോ. ഇത് ലാസ്റ്റ് വീടാന്ന് തോന്നുന്നു. ഇവിടെ ഒരു സിമെന്റിൽ പണിത വീടുണ്ട് കേട്ടോ, കട്ടയൊക്കെ വെച്ചിട്ട്. ഇത് സാധാരണ വീട്, ട്രഡീഷണൽ വീടാണ്. ഇവിടെ വഴി ഉണ്ടാക്കിയിരിക്കണോ, മുള കൊണ്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ. ഈ അടിപൊളിയാണല്ലോ ഇവിടെ. അടിപൊളി പൊളി. കുട്ടിക്കാലത്തൊക്കെ ചിത്രങ്ങളിൽ വരച്ച ടൈപ്പ്. അതാണ്, എല്ലാം ചിത്രത്തിൽ പോലെ തന്നെ. മുകളിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെച്ചോണം. അതല്ല തിരിച്ചു പോകാൻ വെളിച്ചം വേണം. അതെ, സൂര്യൻ അസ്തമിക്കാറായല്ലോ. പിന്നെ പോരാത്തിന് നല്ല മോഡൽ ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പൊ മേലോട്ട് എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പ് വന്നു. അപ്പൊ നീ ജാക്കറ്റ് ഇട്ടു. അവിടെ ശബ്ദം കേൾക്കണ്ടല്ലോ. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ ആ ദീദിനെയും കൂടി കണ്ടിട്ട് പോവാം. गाय को खाना बनाना है. क्या खाना है गाय को? दाना पकाना पड़ेगा. പശുവിനോ? उसको पकाना पड़ेगा. പശുവിനുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മറ്റേ ഇതിന്റെ കിഴങ്ങാണോ? ഓക്കെ ഓക്കെ. അവിടെ ചേച്ചി എന്തോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പശുവിനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അതെന്തായിരിക്കും? നമ്മളെ വിവാദ നായകൻ മധുരച്ചേമ്പ് പശുവിന് കൊടുക്കുന്നു പറഞ്ഞ മധുരച്ചേമ്പ്. അപ്പൊ ഇവരിതെന്താ ചെയ്ത്? ഇവര് വേറെ ഭാഷ പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കുക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്? ഇത് കുക്ക് ചെയ്തിട്ട് കൊടുക്കും. അല്ലേ? ടേസ്റ്റ് എന്തോ നോക്കണല്ലോ. ഉണ്ടാക്കിയിട്ടും കഴിക്കാം. നിന്നോട് അവനെ കഴിച്ചോളാൻ പറഞ്ഞു. മണ്ണടക്കം ഞാൻ തിന്നെ. ആ മണ്ണ് കൂട്ടി കഴിക്കുമ്പോ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് അല്ലേ? പിന്നെ ഞാനും പിന്നെ മറ്റേ ബെയർ ഗ്രിൽസ്, അങ്ങനെയല്ലേ ഞങ്ങളുടെ പേര് പറയുന്നത്? മറ്റവൻ മാൻ വാസസ് വൈൽഡ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് എന്താ പ്രശ്നമില്ല. ഇത് കണ്ടോ, അവരതിന്റെ എന്തോ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പശുവിന് കൊടുക്കാൻ വേണ്ടിട്ട് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് വേവിച്ചിട്ടാണ് പശുവിന് കൊടുക്കുന്നത് അല്ലേ? പച്ചക്ക് കൊടുത്താലും പശു കഴിക്കുന്നല്ലേ പറഞ്ഞേ? പച്ചക്ക് കൊടുത്താലും കഴിക്കും. പിന്നെ വേവിക്കുന്നേ? വേവിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാല് കൂടും പോലും. ആണോ? ഇത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിന്റെ പാല് കൂടും. ഉപ്പിടും? ഉപ്പിടും. പൊതുവെ മൃഗങ്ങൾക്ക് ഉപ്പിടാൻ പാടില്ല അങ്ങനെ എന്താ കേട്ടിട്ടില്ലേ? ഇവിടെ ഇവര് പരീക്ഷിച്ച് വിജയിച്ചതായിരിക്കുമല്ലോ. ഇവിടെ ചിലപ്പോൾ പറ്റുണ്ടാവില്ലേ? ഇവിടുത്തെ പശുക്കൾക്ക് പറ്റുണ്ടാവും. അറിയില്ല കേട്ടോ, ഞാൻ അവിടെ എവിടേക്ക് കേട്ടാണ് ഉപ്പ് പറ്റില്ല എന്നൊക്കെ. ഇവിടുത്തെ ഓറഞ്ച് കഴിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോ അവര് കഴിക്കാൻ പറ്റുന്ന കേട്ടോ പറഞ്ഞത്. പുഴു ഉണ്ടാവില്ല അത്രേ. ഇത്രയും മുകളിലേക്ക് പുഴു കയറി വരുന്നുണ്ടാവില്ല. പുഴു ഉപേക്ഷിച്ച് പോയി കാണും. അമ്മച്ചി കയറുന്നു. നമ്മൾ ജസ്റ്റ് ചോദിച്ചാട്ടോ കഴിക്കാൻ പറ്റുമോന്ന്. ഇതേ അമ്മ ആ മരത്തിൽ കയറി പോകുന്നുണ്ട് ഓറഞ്ച് പറിക്കാൻ. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറിച്ചു തരാണ് കേട്ടോ. ഇദ്ദേഹം തോട്ടിയും കൊണ്ട് വന്നപ്പോഴത്തേക്കും അമ്മ അതിന്റെ മുകളിലേക്ക് കയറി കേട്ടോ. ഇദ്ദേഹം തോട്ടി വെച്ചിട്ട് പറിക്കാനുള്ള പരിപാടിയാണ് ഓറഞ്ച്. ഈ താഴെ ഉള്ളതൊക്കെ ഇവര് പറിച്ച് കഴിഞ്ഞും തോന്നുന്നുണ്ട്. പൊതുവേ ഇതുവരെ നമ്മൾ കണ്ട സ്ഥലത്തൊന്നും ഇവര് ഓറഞ്ച് ഈ സമയത്ത് കഴിക്കുന്നില്ല. കുറെ കിട്ടി.
താങ്ക് യു. സന്തോഷമായില്ലേ? അയ്യോ അത് കുറേ ഉണ്ടല്ലോ. ഇത്രയൊന്നും വേണ്ട നമുക്ക്. ഓ ബസ് 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 ബസ്. ഓക്കെ 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 താങ്ക് യു. മൂന്നെണ്ണം എനിക്ക് തോന്നുന്നു. ആ അതുകൊണ്ടാണ് എനിക്ക് 3 തന്നുകൊണ്ടാണ് നിനക്കും തികയ്ക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അതിന് ഒന്നുകൂടി വാങ്ങിച്ചിട്ട് 3 ആക്കിയത്. ആ ഓ ഇപ്പൊ 4 ആയി, എനിക്ക് 4 ആയി. അപ്പൊ അമ്മച്ചി വിടൂല കേട്ടോ, നിനക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുതരും. അതായത് നല്ലോണം മഞ്ഞ കളറില്ലേ, നമുക്ക് ഇങ്ങനെ നല്ല പഴുത്തും തോന്നുന്ന സംഭവമില്ല, അതിൽ ചിലപ്പോ കീട ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ നോക്കി പറിച്ചു കഴിഞ്ഞാല് കീടല്ലാത്തതും കിട്ടും. നല്ല മധുരം ആണോ? നോക്കട്ടെ. അത് പോയി. ഇത്രയും മധുരം ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു 1-2 കീട ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? അത് നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ഓറഞ്ച് തിന്നുന്ന പുഴുവല്ലേ? അതെ അതെ, ഓറഞ്ച് തിന്നുന്ന പുഴുവല്ലേ, ആ പുഴുവിനെ തിന്നുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് ഒരു പശുവും പിന്നെ ഒരു കുട്ടിയായിട്ടുള്ളത്. അപ്പോൾ പശുവിനെ കറക്കുന്ന പാല് ഞാൻ ആദ്യം വിചാരിച്ചു ഇവരുടെ സ്വന്തം ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നു. പക്ഷേ ഡയറിയിൽ കൊടുക്കുത്ര കേട്ടോ. അപ്പോൾ എന്നും രാവിലെയും വൈകിട്ടും കറക്കും. വൈകിട്ട് കറക്കുന്നത് എടുത്തു വെച്ചിട്ട് രാവിലെയും കൂടി കറന്നിട്ട് രണ്ടും കൂടിയും രാവിലെ താഴത്ത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ 1 ലിറ്ററിന് ഇവർക്ക് ഫാറ്റൊക്കെ നോക്കിയിട്ടാണ് പൈസ കൊടുക്കുന്നത്. ആവറേജ് ഒരു 50 രൂപ 1 ലിറ്ററിന് വെച്ചിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് പക്ഷേ താഴെ കൊണ്ട് കൊടുക്കണം, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പശുവിന് ഫുഡ് ഉണ്ടാക്കുന്നില്ല, 1.5 മണിക്കൂർ വേവണത്തെ അത്. ഇവരുടെ വീടിനുണ്ടോ ഇതിങ്ങനെ ചെരിഞ്ഞ് വന്നിട്ടേ അവർ ഒരു തൂണ് കൊടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പുറകിൽ കണ്ടോ ഒരു സപ്പോർട്ട് കൊടുത്തേക്കാണ്. നമുക്കതിൻ്റെ ജസ്റ്റ് ബാക്കിലൊന്ന് പോയിട്ടൊന്ന് ഇങ്ങനെ വരാമെന്ന് വിചാരിക്കുന്നു. ഇത് ഇവിടുത്തെ ലാസ്റ്റ് വീടാണ്. ഇനി അങ്ങോട്ട് എടാ ലാസ്റ്റ് അല്ലല്ലോ, അങ്ങോട്ട് ഇനി വീടുണ്ടല്ലോ. ആണോ? ആ ഒരു വീട് കൂടി ഉണ്ട് കേട്ടോ. അവിടെ ഒരു വീട് കൂടി കാണുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കാടാണ്, കൊടും കാടാണ്. പിന്നെ യെസ്, ഇതാണ് ഇവരുടെ വീടിൻ്റെ വ്യൂ. കേട്ടോ, ഈ വീട് മൊത്തത്തിലൊന്നും ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കാടാ. അപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ സൈഡിലൊരു സപ്പോർട്ട് കൊടുത്തേക്കണം. ഓക്കെ, ധന്യവാദ്, ബൈ ബൈ, ഫിർ മിലേഗ. അപ്പോൾ ഇനിയൊരു അരമണിക്കൂർ പോലും ഇത്രയും വെളിച്ചം ഉണ്ടാവില്ല കേട്ടോ, ഇരുട്ടാവും. അപ്പോൾ പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന ആ വഴികളൊക്കെ ഇരുട്ടത്ത് കഷ്ടപ്പെട്ട് ഇറങ്ങി പോവേണ്ടി വരും. അതത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ പെട്ടെന്ന് പോവാം. ഈ വഴി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പൊളിച്ച് അടിപൊളി വഴി. സുധിക്ക് അവിടെ ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ബൈ 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 ബൈ. ഓക്കെ ബൈ. അപ്പം നമുക്ക് പോവാം. അയ്യോ, ഇവിടെ ഓരോ വീടിൻ്റെയും കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകളുണ്ടല്ലോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ വരെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ചെറിയ ഒരു സ്ക്വയർ മീറ്റർ പോലും വേസ്റ്റ് ആക്കാതെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ സിക്കിമിൽ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം. നമ്മളെയൊക്കെ തൊടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഈ പാഴ്ചെടികളൊക്കെ കളകളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ടാവും. ഇവർ ഈ ഭാഗത്ത് നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അവർക്ക് എത്ര സ്ഥലമുണ്ടോ ആ സ്ഥലം മുഴുവൻ അവർ യൂസ് ചെയ്യും. ഇതാ ഇവിടെ പുതിയ കുട്ടി വന്നല്ലോ. ഹായ്. അവന് പനിയാന്ന് പറഞ്ഞു. ഓ, ഫീവറാണ്, അതുകൊണ്ട് കുട്ടിക്ക് പനിയാണ്. ഇവര് ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ എന്താ ചെയ്യാ? ഇവിടെ താഴെ സിംഗ്ഡാം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, അവിടെയാണ് പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ഉള്ളത്. ഓ, കുട്ടി 10-25 കിലോമീറ്റർ. വയ്യെങ്കിലൊക്കെ എടുത്തിട്ടൊക്കെ പോകേണ്ടിയല്ലേ, നടക്കാൻ പറ്റാത്ത ആൾക്കാരെ. മഴയൊക്കെ പെയ്യുമ്പോഴേ വലിയ പണിയാവും. ഓ, ആലോചിക്കാൻ വയ്യ. പക്ഷെ ഇവർക്ക് ഇവിടെ തന്നെ താമസിച്ചേ പറ്റുള്ളൂ. ഇവരുടെ കൃഷി ഒക്കെ ഇവിടെ ആയിരിക്കുമല്ലോ അല്ലേ? നമ്മൾ പ്രായമായവരെയൊക്കെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വലിയ പാടായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. നമ്മളായിരിക്കും ഇവർക്കൊക്കെ താഴെ എവിടെയും പോയിട്ടൊക്കെ ജീവിച്ചു. പക്ഷെ ഇവരുടെ സ്ഥലങ്ങൾ മൊത്തം ഇവിടെ ആയിരിക്കുമല്ലോ. കൃഷി ജീവിതമാർഗം അതാണല്ലോ. ജനിച്ച് വളർന്ന സ്ഥലം ഇവിടെയല്ല, എന്തായാലും അത് വിട്ടുപോകാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ ബൈ ദീദി. Bye bye. Bye bye പറഞ്ഞോ. Bye bye മനന. അവിടുത്തെ മതിക്രായ. അപ്പോൾ ദേ നമ്മൾ തിരിച്ച് മാധവ് ബ്രോയുടെ വീടിൻ്റെ അവിടെ എത്തി. അവരോടും കൂടി യാത്ര പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഹേയ്, आप लोग क्या करता है? हम लोग ये लाबड़ बनाना है. क्या बनाना? लाबड़. ഓ, നമ്മുടെ ചവണ ഉണ്ടല്ലോ, ചവണ തെറ്റാലി, അതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. क्या करने का? वैसा ही खेलने का. खेलने के लिए. हाँ. ചുമ്മാ കളിക്കാൻ വേണ്ടിയിട്ട് ഏനാ? कैक्टिस बोलते हैं उसका. हाँ, कैक्टिस बोलते हैं. कैक्टिस. കാക്ടീസ്. हाँ, नेपाली में कैक्टिस बोलते हैं. ഓ, ചവണ ഉണ്ടാക്കുകയാണ്. ചവണ. അതാണിത്. ആ, പക്ഷികളെ പിടിക്കാൻ.
പ്രധാനമായിട്ടും കൃഷിയിടങ്ങളിൽ വരുന്ന കിളികളൊക്കെ ഓടിക്കണല്ലോ. ഓടിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ്. ഓക്കെ 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 ഫിർ മിലേംഗെ. ഓക്കെ താങ്ക് യു. നമുക്ക് പ്രതീക്ഷിക്കാതെ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ കിട്ടി. അതെ 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 അവരുടെ കുടുംബ വീടും ഒക്കെ കണ്ടു. ഇപ്പം ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് നോക്കാം. നമ്മളെ കണ്ടുകൂടെ ഉണ്ട്, പുള്ളിനെ കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ ഭയ്യ താങ്ക് യു. കണ്ടു മറ്റേ പുള്ളിക്കാരൻ പുറത്തിറങ്ങി വന്നപ്പോ തന്നെ കണ്ടു എന്നിട്ടല്ലോ വന്നത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചാണ് ഈ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ എന്താണെന്ന് കേട്ടോ. അപ്പൊ പുള്ളി ചെവിയിൽ പറയാൻ വേണ്ടി വന്ന് എന്നിട്ട് പിന്നെ പറയണേ താഴെ വന്നിട്ട് പറഞ്ഞു തരാന്ന് പതുക്കെ പറയാൻ. ഓക്കെ ബൈ താങ്ക് യു ബൈ ബൈ. കണ്ടതിൽ വളരെ സന്തോഷം. എന്തൊക്കെയോ കണ്ടു. ഇതൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കണ്ടതിൽ വളരെ സന്തോഷം. കണ്ടതിൽ വളരെ സന്തോഷം. കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ ഫിർ മിലേംഗെ. വീണ്ടും കാണാം. വീണ്ടും കാണാം. ഓക്കെ ഓക്കെ കാണണം. ഓക്കെ ഓക്കെ ബൈ ബൈ. ഇവിടെ ഭയങ്കര ചില്ലിങ് ആട്ടോ അവര്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒച്ചയും ബഹളമാണല്ലേ. ഭയ്യാജി മറ്റേ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മറ്റേ ഇതിന്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. എന്തിന്റെ? ഇവിടുത്തെ ഒരു ലോക്കൽ താരം ചാങ്ങിന്റെ ആണോ? ചാങ്ങാണോ തോന്നി ഇപ്പൊ കപ്പ കൊണ്ട് ഉണ്ടാക്കിയ സാധനത്തിന്റെ ആണോന്ന് അറിയാം. എന്തോ അടിച്ചിട്ടുണ്ട് പുള്ളി. നല്ല ജിമ്മിൽ നിൽക്കുന്നു. അടിപൊളിയാ. എല്ലാരും അടിക്കാത്തവരും അങ്ങനെ മനുഷ്യന്മാര് പുള്ളിയാണ്ടോ. മനുഷ്യന്മാർ പുള്ളിയാണ്. നീ എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമില്ല. സൂപ്പർ മനുഷ്യന്മാരാ. हे काली है चोयाको टोको सानो माया है लगाउने धोको भैँसैमा म मर्छु क्यारे भन सोल्टी बारम्बार नढाकी भन सोल्टी बारम्बार नढाकी कालो चलु पाखरीमा तिमीकै माया बस्यो आँखैमा झिमिकै कालो चलो पाखरीमा तिमीकै माया बस्यो. അപ്പൊ താഴേക്ക് എത്തിയിട്ടോ നമ്മള്. ഇനി ജസ്റ്റ് ഒരു 5 മിനിറ്റും കൂടി നടന്നു കഴിഞ്ഞാൽ റോഡിലേക്ക് എത്തും അല്ലേ. നമ്മുടെ വണ്ടി അവിടെ ഉണ്ടാവുമോ എന്താ. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറച്ച് ഫിലോസഫി വന്നു അല്ലേ. യാത്രകളെ പറ്റി ഞങ്ങൾ ഇങ്ങനെ താത്വികമായിട്ട് അവലോകനം ചെയ്യാൻ വാചാലനാകുകയാണ്. വാക്കുകളൊക്കെ കണ്ടല്ലോ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്നു. രണ്ടാളും നല്ല കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും. സംഗതി ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറേ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഇവൻ്റെ പ്രായത്തെ കുറിച്ചിട്ടാണ്. ഇവന് 36 എത്ര വയസ്സുണ്ട്? എനിക്ക് 30 പോരാ, കഴിഞ്ഞ 31 ഇനി കൊടുത്തില്ല. കാൽക്കുലേറ്റർ ആണെങ്കിൽ ഇത്ര. ഓക്കെ ഓക്കെ. അപ്പൊ അവൻ പറയാണ് 31 പക്ഷെ ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ആ ആളെ പേര് അവൻ പറയില്ല എന്ന് പറഞ്ഞു. യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അവർ സ്ഥിരമായിട്ട് യാത്ര എന്ന് തുടങ്ങിയോ അത്രയും വർഷം ഡിസ്കൗണ്ട് കിട്ടത്രേ. ആ കണക്കിനാണെങ്കിൽ അവന് 26 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഇല്ലാതാവോ? മൈനസ് വയസ്സായിപ്പോ. പക്ഷെ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ഏതാ? അല്ലല്ല, അത് ഈ അടുത്തൊരു സ്റ്റഡി വന്നതാ. ആണോ? നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടോ? അത് യാത്ര ചെയ്യുന്നവരുടെ ഏജിങ് കുറയും എന്നുള്ളത്, പ്രായമാകുന്നത്. അതെന്തായാലും മനസ്സുകൊണ്ട് വളരെ സത്യമാണ്. 2 തരത്തിലുണ്ട്. അത് ഫിസിക്കലി പറയുന്നതിനേക്കാളും മനസ്സുകൊണ്ട്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട്. മനസ്സുകൊണ്ട് ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ അവിടെ നിൽക്കും. പിന്നെ മുന്നോട്ട് പോവില്ല. പല ആൾക്കാർ ഇപ്പൊ കമന്റിലൊക്കെ ആണെങ്കിലും എനിക്ക് കുട്ടികളിയാന്ന് ചില ആൾക്കാർ പറയും. എനിക്കും. പക്ഷെ ആ ഒരു കുട്ടിത്തം ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക റിയലായിട്ട്, ക്യാമറയുടെ മുമ്പിൽ മാത്രമല്ല റിയലായിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിലും ഭയങ്കര സീരിയസ് ആണ്. ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ ഇഷ്ടമല്ല. ചില കേസ് നമ്മൾ സീരിയസ് ആവേണ്ടി വരും. പക്ഷെ അതല്ല പറഞ്ഞാൽ ലൈഫിൽ ഇങ്ങനെ ഭയങ്കര മസിലും പിടിച്ച് നിൽക്കുന്ന ആൾക്കാരില്ലേ, അത് രസമില്ലാത്ത പരിപാടി. നമ്മളിങ്ങനെ കളിച്ച് ചിരിച്ച് ഇങ്ങനെ അങ്ങോട്ട് മരിച്ചു പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ പോകണമെന്നല്ല കേട്ടോ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അല്ലേ, ഭയങ്കര പ്രായമാവാതെ, മനസ്സുകൊണ്ട് പ്രായമാവാതെ, അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേറൊരു ഗുണവും കൂടി ഉണ്ട് കേട്ടോ. ഈ വീഡിയോ അവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു നല്ല ഏജൊക്കെ ആയി യാത്ര ചെയ്യാൻ പറ്റാത്ത, ഫിസിക്കലി പറ്റാത്ത കണ്ടീഷനൊക്കെ ആയാലും നമുക്കിങ്ങനെ
ഈ വീഡിയോകളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി നമ്മൾ അന്ന് പോയ സ്ഥലങ്ങൾ ആ കാണുന്ന സമയത്തുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ദിവസത്തെ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്തെ മെമ്മറിയിലേക്ക് തിരിച്ചു പോകും എത്തും. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു എപ്പിസോഡ് അരമണിക്കൂർ കാണുമ്പോൾ അരമണിക്കൂറേ നിങ്ങൾ കാണുന്നുള്ളൂ, പക്ഷെ ആ ഒരു ഹോൾ ഡേ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളത് കാണുമ്പോൾ ഞങ്ങൾക്ക് അന്നുണ്ടായ ബാക്കി സംഗതികളൊക്കെ നമുക്ക് ഓർമ്മയിലേക്ക് വരും. ഷൂട്ട് ചെയ്യാത്ത കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആ ദിവസത്തേക്ക് ശരിക്കും നമുക്ക് വിർച്വലി അങ്ങോട്ട് പോകാൻ പറ്റും, മനസ്സുകൊണ്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, പറ്റുമെങ്കിൽ എല്ലാവരും മാക്സിമം യാത്ര ചെയ്യുക അല്ലേ. അതിന് ദൂരം തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. അതായത് എല്ലാ ദിവസവും ആ ഒരു 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കാതെ അതിന്റെ പുറത്തേക്ക് കുറച്ചൊന്ന് മാറി കുറച്ച് അടുത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് റിലാക്സ്ഡ് ആവും. ആ മെമ്മറി ഭയങ്കരമായിട്ട് മൈൻഡ് പല രീതിയിൽ പിന്നീട് ചിന്തിക്കുമ്പോൾ ആണെങ്കിലും മൈൻഡ് പല രീതിയിൽ എടുത്തിട്ട് നമ്മൾ ഓർക്കുന്ന സമയത്ത് സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് പ്രായമാകാതിരിക്കും. മനസ്സ് പ്രായമായില്ലെങ്കിൽ നിങ്ങൾക്കും പ്രായമില്ല. അതെ അതെ അതെ. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ കുറേ പേര് പറയും നിങ്ങൾക്കൊക്കെ പറ്റും, ഞങ്ങൾക്കൊന്നും അതിനുള്ള സാഹചര്യം ഇല്ലാന്ന് കേട്ടോ. പക്ഷെ യാത്ര ചെയ്യാന്നുള്ളതൊരു മാനസികാവസ്ഥയാണ് അല്ലേ. ഒരുപാട് പണം വേണമെന്നൊന്നുമില്ല യാത്ര ചെയ്യണമെന്നൊക്കെ. ഞാനൊക്കെ നല്ല ബഡ്ജറ്റ് ട്രാവലറാണ്. നമ്മളൊന്നും ഭയങ്കര ഹൈഫൈ ഹോട്ടലുകളിൽ ഉണ്ട്, ഇല്ല എന്നല്ല, എപ്പോഴും ഒന്നും അങ്ങനെയില്ല. നമ്മൾ ഇപ്പോൾ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നു, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെ പോകുമ്പോൾ പിന്നെ 30 രൂപയുടെ നൂഡിൽസ്, മാഗി നൂഡിൽസ് കഴിക്കുന്നു. അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ കണ്ട ലഞ്ച് പോലും കഴിച്ചിട്ടില്ല. മിക്ക ദിവസങ്ങളിലും 1-2 നേരമൊക്കെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാവാറുള്ളൂ യാത്രയിൽ. അല്ല, അങ്ങനെയൊക്കെ യാത്ര ചെയ്യാം എന്ന് പറഞ്ഞതാണ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതായത് നമ്മൾ ഈ ലോക്ക്ഡൗണിനെ പറ്റിയൊക്കെ പറയായിരുന്നു. പെട്ടെന്ന് ഇനിയിപ്പോൾ നമ്മൾ പറയണം അടുത്ത മാസം മുതൽ വേറെന്തോ വലിയ സംഭവം വന്നിട്ട് അടുത്തൊരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്ക് അടഞ്ഞു പോവാണ്, അല്ലെങ്കിൽ എനിക്ക് തുറക്കാൻ പാടില്ല. അല്ല മീൻസ് ചിന്തിക്കും, ഈ മലയുടെ മേലെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈഡായിട്ട് ചിന്തിച്ചു. അല്ല അങ്ങനെയൊക്കെ വന്നാലും ഒരുപാട് ഇനി എത്രയോ വർഷങ്ങളേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് ഓർമ്മകൾ ഈ യാത്ര കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ചിന്തിക്കാനും സംസാരിക്കാനും മനസ്സുകൊണ്ട് ഇങ്ങനെ വിടാം, മനസ്സിനെ അങ്ങനെ പറത്തി അങ്ങോട്ട് വിടാം. അങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ച് തിരിച്ചു തരും, സംസാരിക്കാനും പറ്റും. ഇപ്പൊ കുറെ ഒരു ആൾക്കൂട്ടത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയമുണ്ട്. വിഷയമില്ലാതെ നമ്മൾ പെട്ടുപോയില്ല അല്ലേ. എത്രമാത്രം വിഷയങ്ങളുണ്ടാവും സംസാരിക്കാൻ. ഇപ്പൊ ഞങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ശരി, പോട്ടെട്ടോ. ഇരുട്ടായി തുടങ്ങി, പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. നല്ല വിശപ്പുണ്ട്. വിടാം. ആ ഒരു പറഞ്ഞങ്ങട് മതിയായില്ല. വേറൊരു എപ്പിസോഡിൽ പറയാം. ശരിയാ. അങ്ങോട്ട് പോയപ്പോ ചായ കുടിച്ച സ്ഥിതിക്ക് തിരിച്ചു പോരുമ്പോഴും ഒരു ചായ കുടിക്കണം അത്ര ഈ കടയിൽ നിന്ന്. അങ്ങനെ അവിടുന്ന് ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് നമ്മുടെ ടിങ് സീറോയിലേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് നല്ല വിശപ്പാണ്. ശരിക്കും നേരെ ഹോട്ടലിൽ പോയിട്ട് കഴിക്കേണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരാഗ്രഹം, ചിക്കൻ ഫ്രൈയും ചോറും. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ട് ചോറ് വെച്ചു, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. ചിക്കൻ ഫ്രൈ സ്പെഷ്യലാണ്, ഓറഞ്ച് ചിക്കൻ. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഓറഞ്ചൊക്കെ പിഴിഞ്ഞിട്ടാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിക്കുന്നത്. സംഗതി നല്ല ടേസ്റ്റ് കേട്ടോ. എന്നാലും ഫുഡ് കഴിക്കട്ടെ. ഇനി വേറെ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഇപ്പം സമയം 7 മണി കഴിഞ്ഞ്, നല്ല വിശപ്പുണ്ട്. രാവിലെ ജസ്റ്റ് ഒരു മാഗി കഴിച്ചാണ്. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോ പറയാം അല്ലേ. ബൈ.